പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഇടയിൽ അധികം ആളുകളും പ്രത്യാശയില്ലാത്തവരാണ്. നിരാശയാണ് പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. നിരാശപ്പെടരുത്. എന്ത് കാര്യവും ശരിയായ സമയത്ത് നമ്മളിലേക്ക് ദൈവകൃപയാൽ എത്തിച്ചേരും. ഇതിനായി നാം ചെയ്യേണ്ടത് മുന്നിലുള്ള പ്രതിബന്ധങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കാതെ പ്രാർത്ഥനയോടെ ജീവിതത്തിലെ പുതിയ ചക്രവാളങ്ങൾ തേടി മുന്നോട്ടോടുക എന്നതാണ്. ഇതിനായി ജീവിതത്തിൽ നാം തേടേണ്ടത് എന്താണെന്നും ഈ ജീവിതത്തിൽ നമുക്ക് നേടാനുള്ളത് എന്തൊക്കെയാണെന്നുമുള്ള ഉറച്ച ബോധ്യം നമുക്ക് ആദ്യമേ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഞാൻ തികച്ചും ഒരു പരാജയമാണ്, ആർക്കും വേണ്ടാത്ത ഒരു അധികപ്പറ്റാണെന്ന് സ്വയം വിധി എഴുതി നിരാശ ബാധിച്ച് മറ്റുള്ളവരുമായി ഇണങ്ങിപ്പോകാൻ കഴിയുകയില്ലെന്ന് ശാഠ്യം പിടിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഈ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുവാൻ നമുക്കിന്ന് സാധിക്കണം. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനെങ്കിലും അതിനുമപ്പുറം സ്വന്തം ഉൾക്കരുത്ത് ഊട്ടിയുറപ്പിക്കാനായിട്ടെങ്കിലും ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവങ്ങളെയും കാഴ്ചപ്പാടുകളെയും നമ്മൾ ക്രിയാത്മകമായി ക്രമീകരിച്ചേ മതിയാവൂ. ഗൗരവമുള്ള മുഖഭാവവും കടുത്ത വാക്കുകളുമല്ല, മറിച്ച് സ്നേഹത്തോടെ പുഞ്ചിരിക്കുന്ന ആകർഷണീയമായ മുഖവും ശാന്തമായ വാക്കുകളുമാണ് മറ്റുള്ളവരെ നമ്മിലേക്ക് ആകർഷിക്കുന്നതെന്ന് നമുക്ക് മറക്കാതിരിക്കാം. 1000 സാധ്യതകളുമായി ഒരു ധന്യമായ ജീവിതം നമുക്ക് മുന്നിലുള്ളപ്പോൾ അവയിൽ നിന്നും ഓടിയൊളിക്കുകയോ അവയ്ക്ക് പുറംതിരിഞ്ഞു നിൽക്കുകയോ അല്ല നാം ചെയ്യേണ്ടത്. മറിച്ച് നമ്മുടെ ധർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവയെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ഏവർക്കും നന്മകൾ നേരുന്നു. സ്നേഹപൂർവ്വം സേവേറിയോസ്.